Hello guys, so welcome back to our channel Mr. and Mrs. Telu Vlogs. Yes, ഇന്ന് നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. സോ നമ്മളിവിടെ കിൽച്ച്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സ്കഫൂസൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള യാത്രയിലാണ്. യെസ്, അപ്പോൾ നമ്മളിങ്ങനെ 8th പ്ലാറ്റ്ഫോമിൽ വെയിറ്റിങ്ങിലാണ് നമുക്ക് സ്കഫൂസനിലോട്ടുള്ള ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് സ്കഫൂസനിലോട്ടുള്ള ട്രെയിൻ ഇങ്ങനെ വരാൻ പോവുകയാണ്. ഇവിടെ നല്ല രസമാണ് ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ സ്വിറ്റ്സർലാൻഡിലെ ട്രെയിൻസ് എന്ന് പറയുന്നത് പക്ക പെർഫെക്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് 1 മിനിറ്റ് അങ്ങോട്ടോ 1 മിനിറ്റ് ഇങ്ങോട്ടോ ഒരു ഡിഫറൻസ് ഉണ്ടാവത്തില്ല. എക്സാക്റ്റ് ടൈമിംഗ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. സോ ഭയങ്കര ടൈം പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻസാണ് നമുക്കിവിടെ സ്വിറ്റ്സർലാൻഡിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. സോ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് നമ്മുടെ സ്കഫൂസൻ ട്രെയിൻ വരുന്നതെന്ന് നോക്കിയിട്ട്. സോ നമുക്കിവിടെ കുറേ സഞ്ചാരികളെ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ സ്വിസ്സിലെ ട്രെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ 2 തരം പ്ലാറ്റ്ഫോംസ് എന്ന് പറയാൻ പറ്റില്ല, 2 തരം ടയേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് ടയറും സെക്കൻഡ് ടയറും പോലെ തന്നെ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വിസ് പാസ് എടുക്കുമ്പോൾ നമുക്ക് അതിൽ മെൻഷൻഡ് ആയിരിക്കും നമുക്ക് എവിടെയാണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവർ മെൻഷൻ ചെയ്യാറുണ്ട്. സോ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ സെക്കൻഡ് ടയറിലായിരുന്നു നമ്മൾ കയറാൻ നമുക്ക് ടിക്കറ്റിൽ ഉണ്ടായിരുന്നത്. നമ്മൾ മാറി കയറുകയാണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ ഫൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ TTR വന്നിട്ട് അവിടെ നമുക്ക് ട്രെയിൻസിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഔട്ട്സൈഡ് സ്വിറ്റ്സർലാൻഡാണ് അതല്ലെങ്കിൽ നമ്മൾ ടൂറിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്പോർട്ട്സും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്ത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവരിങ്ങനെ ഓരോ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ സമയത്ത് നമുക്ക് വന്നു നമ്മുടെ S9 സ്കഫൂസനിലോട്ടുള്ള നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? യെസ്, ദ വേൾഡ് ഫേമസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് വാട്ടർഫാൾസ് ഇൻ ദ വേൾഡ് എന്ന് തന്നെ അറിയപ്പെടുന്ന റൈൻ ഫാൾസ് എന്ന് പറയുന്ന നമ്മുടെ വാട്ടർഫാൾസിൻ്റെ അടുത്തോട്ടാണ് നമ്മുടെ ഈ യാത്ര. ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. സോ ഈ റൈൻ ഫാൾസ് സ്കഫൂസൻ എന്ന് പറയുന്ന നഗരത്തിന് സമീപം റൈൻ റിവർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. സോ നമ്മൾ പോയ ആ സമയത്ത് നമുക്ക് നല്ല വിൻ്റർ സീസൺ ആയിരുന്നു. അപ്പം നമുക്ക് ചുറ്റിനും മഞ്ഞ് മൂടിയിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇഷ്ടം പോലെ ഒരു സീനിക് ബ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞ സ്വിസ്സിലെ എല്ലാ ട്രെയിൻ യാത്രകളും. അത് നമ്മളിപ്പോൾ പെർട്ടിക്കുലർലി ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. എല്ലാ സ്ഥലങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയാസാണ് നമുക്ക് സ്വിസ്സിലുള്ളത്. സോ ഇങ്ങോട്ട് പോകുന്ന വഴിയാണെങ്കിലും ഫുൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പം പോയത് വിൻ്റർ സീസണിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിപ്പോൾ സമ്മർ സീസണിലാണ് നമ്മൾ അങ്ങോട്ട് വിസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു അനുഭവമായിരിക്കും. അത് പറയില്ലേ, നമ്മുടെ ഭൂമിയിലെ സ്വർഗം, ദ ഹെവൻ ഓൺ എർത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ്. എല്ലാവർക്കും വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം എന്ന് തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ് സ്വിസ് എന്ന് പറയുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. സോ ഈ പറഞ്ഞ പോലെ നമ്മളങ്ങനെ മെല്ലെ പൊക്കോണ്ടിരിക്കുകയാണ്. യെസ്, അവിടെ അടുക്കാറായപ്പോൾ ഒരു പ്രത്യേക ശബ്ദം, ഒരു പ്രത്യേക ബ്യൂട്ടി, ഒരു പ്രത്യേക ഭംഗി എല്ലാം നമുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ദൂരേന്ന് നമുക്ക് ട്രെയിനിലൂടെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും ഇങ്ങനെ റോറിങ് ആയിട്ടുള്ള ആ വാട്ടർഫാൾസ്.
സോ അതിൻ്റെ അടുത്തേക്ക് എത്തുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾ രണ്ടുപേരിലും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ പൊക്കോണ്ടിരിക്കുകയാണ്. യെസ്, നമ്മൾ അവിടെ സ്കഫൂസലിൽ ഇറങ്ങി നമ്മൾ മെല്ലെ മെല്ലെ റൈൻ ഫോൾസിൻ്റെ അടുത്തേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. സോ അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിലൂടെ നമ്മൾ മേലെയാണ് നമ്മൾ ട്രെയിൻ ഇറങ്ങിയത്. അവിടെ നിന്ന് മെല്ലെ മെല്ലെ പതുക്കെ താഴോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ ഇവിടെ യെസ്, അങ്ങനെ മെല്ലെ 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 നമ്മളിങ്ങനെ റീച്ച് ആവാറായിട്ടുണ്ട്. സോ ഈ ഒരു ലിഫ്റ്റ് മെല്ലെ തുറക്കുന്ന സമയത്ത് നമുക്കൊരു റോറിങ് ഭയങ്കര ഒരു ബിഗ് സൗണ്ട് കേൾക്കാം. സോ നമ്മൾ ആദ്യം എന്താണെന്ന് വിചാരിച്ചു പോയി. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇത് ഈ ജൈജാൻറ്റിക് വാട്ടർഫോൾസിൻ്റെ സൗണ്ടാണെന്നുള്ളത്. സോ ഈ റൈൻ ഫോൾസ് എന്ന് പറയുന്ന വാട്ടർഫോൾസ് ഏകദേശം 23 മീറ്റർ ഉയരവും 150 മീറ്റർ വീതിയുമുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. യെസ്, 23 മീറ്റേഴ്സ് ഹൈറ്റും 150 മീറ്റേഴ്സ് വിഡ്ത്തുമുള്ള ഒരു ഭയങ്കര ബിഗ്ഗായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം. സോ സാധാരണ ഭയങ്കര ശാന്തമായിട്ട് ഒഴുകുന്ന ഈ നദീനെ ഒരു മഹാശക്തിയാക്കി മാറ്റുന്നത് ഈ വാട്ടർഫോൾസ് ആണ്. സോ വേനൽക്കാലത്ത്, ചൂടുകാലത്ത് മഞ്ഞുരുകുന്നതിൻ്റെ കാരണം വെള്ളത്തിൻ്റെ ഒഴുക്ക് ഭയങ്കര കൂടുതലായിരിക്കും. സോ നമ്മൾ പോയ വിൻ്റർ സീസണിൽ കമ്പയർ ടു ദ സമ്മർ സീസൺ കുറച്ച് കുറവായിരിക്കും ആ ഒരു പവർ ഓഫ് വാട്ടർഫോൾസ്. പക്ഷെ എങ്കിലും ബ്യൂട്ടിഫുൾ ആണ് ഇത് കാണാനായിട്ട്. സോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നമ്മുടെ ഐസ് ഏജ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ രൂപപ്പെട്ടതാണ് ഈ റൈൻ ഫോൾസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പാറകളും ബാക്കിയുള്ള ജിയോളജിക്കൽ മാറ്റങ്ങളൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു വാട്ടർഫോൾസ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചാൻസ് വന്നത്. സോ നമ്മൾ ഇവിടെ പോകുമ്പോൾ ബൈ ഡീഫോൾട്ടായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ബോട്ട് യാത്ര. സോ നമ്മൾ പോയ വിൻ്റർ ടൈമിൽ ഭയങ്കര ഫോഗി എൻവയൺമെൻറ്റും ഭയങ്കര മഞ്ഞ് മൂടിയിരിക്കുന്ന കാരണം, അത്ര ക്ലിയർ അല്ലാത്ത കാരണം നമുക്ക് ഒരു ബോട്ട് യാത്ര മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ട്സ് അവരങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടായില്ല. കാരണം അവർക്ക് പോകുന്ന വഴിക്ക് അത്ര ക്ലിയർ ആയിട്ടുള്ള വ്യൂ ഇല്ലാത്ത കാരണം അവരത് ക്ലോസ്ഡ് ആയിരുന്നു നമ്മുടെ ബോട്ടിംഗ് സിസ്റ്റം. സോ ബോട്ട്സിൻ്റെ നമ്മൾ ടിക്കറ്റ് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൈൻ ഫാൾസിൻ്റെ തൊട്ടടുത്ത് വരെ ആ വെള്ളത്തുള്ളികളൊക്കെ മേലെ വീണിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടും. പക്ഷേ ഈവൻ ദെൻ ഈ ടൈമിലാണെങ്കിലും നമുക്കതിൻ്റെ തൊട്ടടുത്ത് വരെ പോകാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു വ്യൂയിങ് പ്ലാറ്റ്ഫോം 2-3 എണ്ണം അവരോട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ആ നനവ്, ആ ഒരു വെള്ളത്തുള്ളികൾ മേലോട്ട് വീഴുന്നതും അതിങ്ങനെ ഡയറക്റ്റായിട്ട് കാണുന്ന അനുഭവം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സോ സൂര്യപ്രകാശത്തിൻ്റെ വെള്ളത്തിൽ തുള്ളികൾ മിന്നുന്നത് പോലെ മഴവില്ല് രൂപപ്പെടുന്നതൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഭയങ്കര പ്രകൃതിയുടെ ഒരു വിസ്മയം തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ റൈൻ ഫോൾസ് എന്ന് പറയുന്നത്. സോ ഇവിടെയുള്ള വ്യൂയിങ് പ്ലാറ്റ്ഫോമുകളും റെസ്റ്റോറൻറ്റുകളും അതുപോലെ നടക്കാനുള്ള വഴികളും എല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മളൊരു ഫാമിലി ആയിട്ടുള്ള ട്രിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ വ്യൂയിങ് പ്ലാറ്റ്ഫോംസും അതുപോലെ തന്നെ ബോട്ടിങ്ങിനൊക്കെ എക്സ്ട്രാ ടിക്കറ്റ്സ് എടുക്കണം. അതല്ലെങ്കിൽ ബാക്കി ഇവിടെ നിന്നുള്ള ദൂരെ നിന്നുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രീ ആണ് നമുക്ക്. സോ ജൂൺ മുതൽ ഒരു ഓഗസ്റ്റ് വരെയാണ് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഏറ്റവും ശക്തമായിട്ട് വരുന്നത്. പക്ഷേ ഓൾ അറൗണ്ട് ദി ഇയർ നമുക്കിവിടെ ഈ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും.
പിന്നെ നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ വ്യൂയിങ് പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ബ്ലാക്ക് ഐസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. സോ അത് കുറച്ച് സ്ലിപ്പറിയാണ്. തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻസ് ആയിട്ട് പറയണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സോ പ്രൊമോട്ട് ചെയ്ത് ഞങ്ങളുടെ ഈ പുതിയ ചാനൽ മാക്സിമം വിജയിപ്പിക്കാൻ ശ്രമിക്കണം. സോ ഹോപ്പ് യു ലൈക്ഡ് അവർ വീഡിയോ. ഇതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലത്തെ സ്ഥലങ്ങളും സ്പെയിനിലും അതുപോലെ യൂറോപ്പിലും മൊത്തത്തിലുള്ള കുറേ അധികം പ്ലേസസ് ആയിട്ട് അതുപോലത്തെ ഇവിടുത്തെ ഓരോരോ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ പ്ലീസ് ഡു സപ്പോർട്ട് അവർ ചാനൽ. ഓക്കെ, ബൈ ഗായ്സ്.